ഒരു കലോത്സവമാകുമ്പോൾ എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ കഴിയില്ലല്ലോ. സമ്മാനം കിട്ടാതെ പോയ ഒരു കുട്ടിയുടെ കരച്ചിലും കാണേണ്ടി വന്നു ഈ കലോത്സവത്തിൽ. ജനതാദൾ വിട്ട് BJPയിൽ കുടിയേറി അവിടെ ടിക്കറ്റ് കിട്ടാതെ പോയ ശിവണ്ണയുടെ ഈ കണ്ണീർ കാലുമാറാൻ ഒരുങ്ങുന്ന എല്ലാവരും കാണേണ്ടതാണ്. മാത്യു ടി തോമസ് പ്രത്യേകിച്ചും. ವ್ಯವಸ್ಥಿತವಾಗಿ ಎಲ್ಲೋ ಪ್ಲಾನ್ ಮಾಡಿ ನನ್ನನ್ನು ಕೆಟ್ಟ ಆಪರೇಷನ್ ಮಾಡಿದಾಗ ಮಾಡಿದ್ದಾರೆ ಅಷ್ಟೇ ಹೊರತು ಅವ್ರು ಯಾರು ಮಾಡಿದ್ರು ಎಲ್ಲ ಮೀಡಿಯಾಗಳು ಕನ್ನಡ ಮೀಡಿಯಾಗಳಂತೂ ಪ್ರತಿಯೊಂದು ಪೇಪರಲ್ಲಿ ಪ್ರೊಫೈಲ್. ഇനി സെൽഫ് ക്യൂസ്. ഇതൊരു പുതിയ ഇനം ക്യൂസാണ്. സ്വയം ചോദ്യം ചോദിച്ച് സ്വയം ഉത്തരം പറയുന്ന പ്രത്യേക പരിപാടി. അവതരിപ്പിക്കുന്നത് പന്ന്യൻ രവീന്ദ്രൻ. 1952 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എത്ര സീറ്റ് അറിയോ? 357. 2004 147. എത്ര കുറഞ്ഞ്? 240. ഭൂരിപക്ഷം എത്ര വേണം? 223. കയ്യുണ്ടോ? ഇല്ല. കോടി ഉണ്ടോ? ഇല്ല. എല്ലാം കൂടി എത്ര? 218. മുമ്പിലാരാ? ചിദംബരം. ആരാ? ധനകാര്യമന്ത്രി. പിന്നെ ആരാ? രാജാരാ? കമ്മ്യൂണിക്കേഷൻ മന്ത്രി. പിന്നെ ആരാ? പളനിമാണിക്കം. അയാളാരാ? ധനകാര്യ സഹമന്ത്രി. പിന്നെ ആരാ? വേലുമാരാ? റെയിൽവേ സഹമന്ത്രി. എല്ലാം കൂടി എത്ര? 9 മന്ത്രിമാർ. എല്ലാ മന്ത്രിമാരും ഒരുമിച്ച്. നമ്മുടെ കേരളക്കാരിലെ അതെ കേരളത്തിലെ മന്ത്രിമാരിലെ ഉണ്ട്. എത്ര മന്ത്രിമാർ? 3. ഒന്നാരാ? AK ആന്റണി. അയാളോ നമ്പർ 2 ആണ്. പിന്നെ ആരാ? വയലാർ രവി. വേറെ ആരാ? അഹമ്മദ്. അയാളോ ഫുള്ളായിട്ടില്ല. കാരണം എന്താ? സഹമന്ത്രിയാണ്. ആരെങ്കിലും വരുമോ? ഇല്ല. ഇതുവരെ ഒന്നും ആരെങ്കിലും ഇല്ല. ആരെന്താ പറഞ്ഞത്? കേരള ഗവൺമെന്റ് കൊറ്റാണ്. ആരാര് കൊടുക്കുന്നത്? കേന്ദ്രം. കൊറ്റാർക്ക്? കേരളത്തിന്. ആരാ കേന്ദ്രം ഭരിക്കുന്നത്? ഓൻ തന്നെ. ആര്? കോൺഗ്രസ്. പറയുന്നാരാ? കോൺഗ്രസുകാരൻ. ഓൻ ഇങ്ങോട്ടെന്താ പറഞ്ഞത്? കൊടുക്കണ്ടെന്ന്. ഇവരെന്താ പറഞ്ഞത്? ഇവരെ കൊറ്റാണ്. പന്ന്യൻ സഖാവ് സ്വന്തം ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയൂ. തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിക്കാത്തത് തോൽവി പേടിച്ചിട്ടാണോ എന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. രവിയേട്ടൻ ഉത്തരം പറയില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കലോത്സവം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ കാര്യം വ്യസനത്തോടെ അറിയിക്കട്ടെ. സ്കോർ ബോർഡിനെ ചൊല്ലിയുള്ള തർക്കം കാരണം കലോത്സവം കർട്ടനിട്ടു. കണ്ണൂരിലൊക്കെ ഇതിനെയും ഒരു കലാപരിപാടിയായിട്ടാണ് കാണുന്നത്. ജയരാജ വിജയം ആട്ടക്കഥ. നിങ്ങളൊന്ന് എടുത്ത് മാറ്റാൻ നോക്ക്. നിങ്ങൾ അധികം ഒന്ന് മാറ്റാൻ നോക്ക്. നിങ്ങൾ അതെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മാറ്റാൻ നോക്ക്. ആക്കലൊരു നടക്കില്ല. നിങ്ങൾക്ക് എന്താ ആവശ്യം ചെയ്തു? എന്ത് സാധിക്കുന്നു ചെയ്തു? നിയമാനുസൃതമായിട്ട് പെർമിഷൻ വാങ്ങി ഞങ്ങൾ വെച്ച ബോർഡ് അത് തൊടാൻ രാഷ്ട്രീയ പാർട്ടികളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് നിങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനത്തിന് അന്തസ്സുള്ള ഉദ്യോഗസ്ഥനാണ് നിൽക്കണം. ഒരു കൊല്ലം ചെയ്യാറില്ല. ഇനി പടച്ച തമ്പുര ഇറങ്ങി വന്നാൽ അനുവദിക്കില്ല. കേരളത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ ശശി തരൂരും ടോം വടക്കനുമൊക്കെ കുത്തിയിരുന്ന മലയാളം പഠിച്ചപ്പോൾ ഇവിടെ ഒരാൾ മെനക്കെട്ട ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. കൊല്ലത്തെ പീതാംബരക്കുറിപ്പിന്റെ സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക്. This will later become a hub of education, a hub of technology, and a hub of tourism. And in many ways, we can wonderfully convert this area into a state of development situation. Kilometers and kilometers. In these days of degenerating decencies, of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. This is my request to the learned people of this society.
to help me at this time by voting hand. Go away, stupid! In the house of my wife and daughter, you will not see any minute of that today. ഇടതു മുന്നണി എന്ന് പറയുന്നത് ഇടഞ്ഞ മുന്നണിയാണ്. They cannot consolidate their people. Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. These are the real things what we are experiencing from this community and this society. I CID of the India. No take pen. Menon come. What the hell is he saying? അവിടെ വന്നു എന്റെ നെക്ക് പിടിച്ചു വീണു പേന പോക്കറ്റ് കയറി കണ്ടില്ല. I no take pen. No doubt that the people of this area will definitely help this UDF, isn't it? And that is the position. So, book is beautiful. Pen is beauty. Pencil is very beauty of the family and the country. In the radio, come and going of the completely boys and girls and butterflies. So I believe that the people, the learned people of this area will definitely help this UDF. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. ബാക്കി കളി ഇടവേളയ്ക്ക് ശേഷം.